അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹയ്യാക്കുമുല്ലാ യാ ഇഖ്വാൻ. നമ്മള് നല്ലോണം പഠിക്കേണ്ട വിഷയമാണ് അഖീദ, വിശ്വാസ കാര്യങ്ങൾ എന്നുള്ളത്. തൗഹീദ്. ഇപ്പൊ തൗഹീദൊക്കെ കുറച്ച് പഠിച്ച് ഇനിയൊന്നും പഠിക്കാനില്ല എന്നുള്ളൊരു തോന്നലാണെങ്കിൽ തെറ്റി. ഇപ്പോൾ പ്രവാചകന്മാർ അവര് എല്ലാവരും തന്റെ ജനങ്ങൾ ആദ്യമായി ക്ഷണിച്ചത് എന്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. പിന്നെ അതായത് ദീനിന്റെ ബേസാണിത്. തൗഹീദ് ഇല്ലെങ്കിൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞെന്താ, ലൈൻ അശ്റക്ത ലയഹ്ബത്തന അമലുക, നീ എങ്ങനെ ശിർക്ക് ചെയ്താൽ അതിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകും. റസൂലുള്ളാഹി ശിർക്ക് ചെയ്തു, പക്ഷേ അതിന്റെ ഗൗരവമാണ്. അതുപോലെ സൂറത്തുൽ അൻആമിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരെടുത്ത് അള്ളാഹു പറഞ്ഞതിന് ശേഷം ഓരോ വശറക്കൂ ലഹബിത്തു അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ അമലുകൾ ബാത്തിലാവുമായിരുന്നു. അപ്പോൾ ശിർക്ക്, ഇപ്പോൾ അഖീദ എന്ന് പറയുന്നത് അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒന്നാമതായി പഠിക്കേണ്ട, എന്നും പഠിക്കേണ്ടതും പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ് അഖീദ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ അഖീദ, കുല്യത്തുൽ അഖീദ അഥവാ കുല്യത്തു ദഅവ എന്നുള്ള പേരിൽ ഒരു ഖിസ്മ് തന്നെ ഉണ്ട്. അഥവാ ഡിഗ്രിക്ക് ഖുർആനും ശരിയും ഹദീസൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഖിസ്മ് തന്നെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് തഖസ്സുസ് തന്നെ സ്പെഷ്യലൈസേഷന് അഖീദൻ്റെ വിഷയം. അപ്പോൾ അഖീദ ഒരുപാട് പഠിക്കാനുണ്ട്. ഫിറഖകളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മൾ അഖീദ നല്ലോണം പഠിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ അഖീദയിൽ കൃത്യമായി അറിവില്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ ചില ഭൗതിക താല്പര്യം കാരണത്താൽ ചില എന്താ പറയുക പറഞ്ഞത് മാറ്റി പറയാം, അല്ലെങ്കിൽ വല്ല സ്ഥാനമോഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ് നമ്മൾ പൊതുവെ ളാഹിറായിട്ടവിടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഷിർക്കായതിനെ ഷിർക്കല്ലാത്തതാക്കുന്നതും ഷിർക്കല്ലാത്തതിനെ ഷിർക്കാക്കുന്നതൊക്കെ വിഷയം എന്താ വെച്ചാൽ അഖീദ കൃത്യമായി പഠിക്കാത്തതിൻ്റെ പേരിലാണ്. പിന്നെ ഒരു സമൂഹത്തെ അതിൻ്റെ പേരിൽ എന്താ പറയുക ആക്ഷേപിക്കുന്നതും എന്താ പറയുക ആ രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ ഇത് കൃത്യമായി പഠിക്കാത്തതിൻ്റെ പേരിലാണ്. നമ്മൾ അഖീദ നല്ലോണം പഠിക്കാം. ഇപ്പോൾ ഷിർക്കായതിന് ഷിർക്കല്ലാത്തതാക്കുന്ന അവസ്ഥ എന്തുകൊണ്ട് വേറെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഷിർക്കല്ലാത്തതിന് ഷിർക്കാക്കുന്ന അവസ്ഥ എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇതുമായി ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ കള്ള് കുടിക്കൽ ഹറാമാണെന്ന് നമുക്കറിയാം. കള്ള് കുടിക്കൽ എന്താണ്? ഹറാമാണ്. ഷിർക്കാണോ? ഷിർക്കല്ല. ഒരാൾ ഷിർക്കല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് കള്ള് കുടിക്കാൻ പറ്റും, ഹലാലാണ് എന്നാണോ? അല്ല, ഷിർക്കായതിനല്ലേ ഷിർക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു ജസ്റ്റ് ഉദാഹരണത്തിൽ പറഞ്ഞാണ്, കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പല സംവാദങ്ങളും ഇതൊക്കെ കഴിഞ്ഞു പോയതാണ്. പക്ഷേ ഇതൊന്നും മനസ്സിരുത്തിയ ആളുകൾ കാണാത്തോണ്ടാണ് ഒന്നാമത്. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്താ പറയാ, അതൊരു തൗഫീഖാണ് കേട്ടോ. എനിക്ക് സത്യം മനസ്സിലാകാനുള്ള തൗഫീഖാണ്. യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വിജ്ഞാനം ലഭിക്കുള്ളൂ. അള്ളാഹു അതിനെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ അഖീദ നല്ലോണം പഠിക്കുക. ആളുകൾ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ നോക്കണം. ആ വിഷയത്തിൽ എന്താണ് സലഫുകൾ എടുത്തിട്ടുള്ള നിലപാട് എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ അഖീദ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളെന്നും ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ബേസാണ്. അഖീദ ഇല്ലെങ്കിൽ, തൗഹീദ് ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. നമ്മളെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് അതാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.